ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ കുഞ്ഞാമ്പാണ്ടിക്കാടും ഫാമിലിയാണ് കേട്ടോ. ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് അവർക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെതാ ഇന്ന് അവർ നമ്മളെ കാണാൻ വേണ്ടി വന്നതാ. സത്യം പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള പരിചയം ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങൾ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. ഞങ്ങൾക്ക് രണ്ട് പേർക്കും മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാഡ് കമൻസ് കിട്ടുന്ന രണ്ട് വ്ളോഗർമാരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ബാഡ് കമൻസ് ഒക്കെ പോസിറ്റീവായിട്ട് കാണുന്നത്. എന്തായാലും ഞങ്ങൾ വൈകുന്നേരം വരെ സംസാരിച്ചിരുന്നു. അങ്ങനെ അവർ തിരിച്ചു പോവുകയാണ്. റിച്ചു വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് അവർ നിന്നില്ല കേട്ടോ. അവർ നേരെ പോയി. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ ഒറ്റയ്ക്കായിട്ടോ. അങ്ങനെ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ റോബോട്ടിക് മെഷീനെ പറ്റി ആലോചിച്ചത് കേട്ടോ. അത് ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ വീട് പണിക്ക് മുന്നേ ഞങ്ങൾ ഇത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇതെടുത്ത് ഓൺ ചെയ്യുന്നത്. അങ്ങനെതാ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ അങ്ങനെ നോക്കി നിന്നു. ഇതാവുമ്പോൾ നമുക്ക് വീട് അടിച്ചു വരേണ്ട, തുടയ്ക്കേണ്ട, ക്ലീൻ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ഇതെല്ലാം അത് ഒറ്റയ്ക്ക് ചെയ്തോളും. അങ്ങനെ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കുറച്ചേരം ഇങ്ങനെ നോക്കിയിരുന്ന് ഞങ്ങൾ പിന്നെതാ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് കാര്യമായിട്ട് പോകുന്ന വേറെ ഒന്നിനുമല്ല. അമ്മൂസത യൂട്യൂബ് നോക്കിയിട്ട് ഷവായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നേരമായി തുടങ്ങിയിട്ട് ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല. അങ്ങനെതാ ഞങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ. ഇത് കണ്ടില്ലേ നിങ്ങൾ, പൂച്ചക്കുട്ടീനെ കിട്ടിയതിന് ശേഷം തനൂട്ടി ഫുൾ ടൈം പൂച്ചേൻ്റെ കൂടെ തന്നെ കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിന്.